ഹലോ എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. നമുക്കെല്ലാവർക്കും അറിയാം വൈറ്റമിൻ സി സിറം, അതായത് നമ്മുടെ ഫേസ് നല്ല ബ്രൈറ്റ് ആക്കാനും ഗ്ലോ തരാനും കറുത്ത പാടുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ഫേഡാക്കാനൊക്കെ നല്ലതാണെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ ഇത് മര്യാദയ്ക്ക് നല്ല രീതിയിൽ ഉപയോഗിച്ചില്ല എന്നുണ്ടെങ്കിൽ നല്ല പണി തരുമെന്ന് എത്ര പേർക്ക് അറിയുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ ഇന്ന് നമുക്ക് വൈറ്റമിൻ സി സിറം എങ്ങനെ നമ്മൾക്ക് അതിൻ്റെ കംപ്ലീറ്റ് ബെനിഫിറ്റോട് കൂടി, അതായത് നമ്മുടെ ഫേസ് ഡാമേജ് ആക്കാണ്ട് ഇറിറ്റേഷൻ ഇല്ലാണ്ട് നമുക്ക് എങ്ങനെ ഉപയോഗിക്കാം, പ്രോപ്പറായിട്ട് എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളത് എൻ്റെ അവസ്ഥ, അതായത് ഞാൻ പഠിച്ച പാഠത്തുനിന്ന് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്ന വീഡിയോ ആണ് കേട്ടോ ഇന്നത്തെ. അതായത് ഒരു വർഷത്തോളം ഞാൻ ഒരു ആക്റ്റീവ് ഇൻഗ്രീഡിയൻസ്, അതായത് ഇങ്ങനത്തെ വൈറ്റമിൻ സി സിറോ അല്ലെങ്കിൽ അങ്ങനത്തെ, അതായത് നയസനമൈഡ്, ഹൈലറോണിക് ആസിഡ്, അങ്ങനത്തെ ഒരു സാധനങ്ങളും തന്നെ ഉപയോഗിച്ചുകൊണ്ടിരുന്നില്ല. കുറച്ച് പേഴ്സണൽ കാര്യങ്ങളുകൊണ്ട് നമ്മൾ ഒരു ക്രീമോ അങ്ങനത്തെ സാധനങ്ങളൊന്നും തന്നെ ഉപയോഗിച്ചുകൊണ്ടിരുന്നുണ്ടായിരുന്നില്ല. പെട്ടെന്ന് ഒരു ദിവസം നമ്മൾ വൈറ്റമിൻ സി സിറം ഉപയോഗിക്കാൻ തുടങ്ങിയപ്പോൾ എന്തൊക്കെയാണ് ഫേസിൽ എന്തൊക്കെ ചേഞ്ചുകളാണ് ഉണ്ടായത് എന്നുള്ളത് എനിക്ക് എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ നിന്ന് എനിക്ക് മനസ്സിലായ കാര്യങ്ങൾ. ഞാൻ ആദ്യം വിചാരിച്ചിട്ടുണ്ടായിരുന്നത് ആ പ്രൊഡക്റ്റിൻ്റെ കുറ്റം കൊണ്ടാണ് എന്നുള്ളതാണ് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ പ്രൊഡക്റ്റിൻ്റെ കുറ്റം കൊണ്ടല്ല, ഞാൻ ഉപയോഗിച്ച രീതി തെറ്റായിരുന്നു. അതായത് എൻ്റെ കുഴപ്പം കൊണ്ടാണ് ഇത്രയും ഫേസിൽ, ഞാൻ തമ്മനയിൽ ഇട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ ഞാനിവിടെ കൊടുക്കാം, എന്തൊക്കെ പ്രശ്നങ്ങളാണ് എനിക്ക് ഫേസ് ചെയ്യേണ്ടി വന്നതെന്ന് ഞാൻ നിങ്ങൾക്ക് ഇവിടെയൊക്കെ കൊടുക്കാം. അപ്പോൾ അങ്ങനെ നമ്മൾ പ്രോഡക്റ്റിൻ്റെ കുറ്റം കൊണ്ടായിരുന്നില്ല, ഞാൻ ഉപയോഗിച്ച രീതി തെറ്റായിരുന്നു. എന്തൊക്കെ രീതികളാണ് ഞാൻ തെറ്റായിരുന്നത് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോണത് കേട്ടോ. അപ്പോൾ നിങ്ങളും ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ നല്ല ഗുണങ്ങൾ, അതായത് വൈറ്റമിൻ സി സിറം നല്ല പ്രോപ്പറായിട്ട് നമ്മൾ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള സാധനമാണ്. അത് എങ്ങനെ നമ്മൾ പ്രോപ്പറായി ഉപയോഗിക്കുക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും നേരെ വൈകണം നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. ഞാൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റ് എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ വൈറ്റമിൻ സി സിറോ അങ്ങനെ ഒന്നും ഉപയോഗിക്കാതെ പെട്ടെന്ന് ഒരു ദിവസം ചാടി കയറിയിട്ടാണ് നമ്മൾ വൈറ്റമിൻ സി സിറോ ഉപയോഗിക്കാൻ തുടങ്ങുന്നത്. ഞാൻ കുറേ കാലം യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ വിചാരം എന്താണ്, എനിക്കിത് സ്യൂട്ടാവും, അതുകൊണ്ട് തന്നെ ആ സെയിം പ്രൊഡക്റ്റ് ഞാൻ വാങ്ങി ആമസോണിൽ ഓർഡർ ചെയ്തിട്ട് ഞാൻ ഉപയോഗിക്കുകയാണ് ചെയ്തത്. അങ്ങനെ ഞാൻ ചെയ്യുന്ന സമയത്ത് ഞാൻ മറന്നുപോയൊരു കാര്യം എന്ന് പറയുന്നത്, ഹൈ കോൺസെൻട്രേഷനിലുള്ള സാധനമാണ്. ഞാനൊരു ബിഗിനറായിട്ടുള്ള ആൾക്ക് ഇത്രയും ഹൈ കോൺസെൻട്രേഷനിൽ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഫുള്ള് പണി കിട്ടുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല പണി കിട്ടി. അതായത് ഫേസ് ഫുള്ള് റെഡിഷായി, ഫുള്ള് ഇങ്ങനെ ചെറിയ ചെറിയ ചുമന്ന കുരുക്കൾ, ഫേസ് ഫുള്ളും അങ്ങനത്തെ കുരുക്കൾ വന്നിട്ട് ഫുൾ റെഡിഷായിട്ട് ഇരിക്കുകയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ഹൈ കോൺസെൻട്രേഷനിലുള്ള ഈ വൈറ്റമിൻ സി സിറം നമ്മൾ ബിഗിനറായിട്ടുള്ള ഒരാൾ, എപ്പം നിർത്തിയിട്ട് തുടങ്ങിയാലും ആദ്യമായിട്ട് ഉപയോഗിച്ചാലും നമ്മൾ ചെറിയ രീതിയിലുള്ള കോൺസെൻട്രേഷനിൽ നമ്മൾ തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ കുഴപ്പം വരില്ല. പക്ഷേ എടുത്ത ഉടനെ തന്നെ ഹൈ കോൺസെൻട്രേഷനിൽ നമ്മൾ ഉപയോഗിക്കുക കഴിഞ്ഞാൽ നമ്മുടെ ഫേസിൽ നല്ല പണി കിട്ടും. അതുകൊണ്ട് ഏറ്റവും ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ തുടങ്ങുമ്പോൾ ലോ കോൺസെൻട്രേഷനിലുള്ള ഒരു വൈറ്റമിൻ സി സിറം ഉപയോഗിക്കുക എന്നുള്ളതാണ് കേട്ടോ. അടുത്ത തെറ്റെന്ന് പറയുന്നത്, നമ്മൾ ദിവസവും അപ്ലൈ ചെയ്യുക. ഞാൻ ചെയ്ത കാര്യമാണ് ദിവസവും അപ്ലൈ ചെയ്യുക. ഒരാഴ്ചയിൽ ഫുള്ള് ദിവസവും അപ്ലൈ ചെയ്യുക എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു ഇത്. എനിക്ക് അങ്ങനെ ആദ്യമൊന്നും എനിക്ക് അങ്ങനെ വലിയ കുഴപ്പം തോന്നിയില്ല. പിന്നീടാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഫേസ് ഫുള്ള് ഡ്രൈ ആവാൻ തുടങ്ങി, ഭയങ്കര സെൻസിറ്റീവ് ആവാൻ തുടങ്ങി. ഡ്രൈ ആയിട്ട് ഫുള്ളിങ്ങനെ ഫ്ലേക്കി പോലെ ഇങ്ങനെ ഭയങ്കര ഇങ്ങനെ ചൊറി പിടിച്ച പോലെ ഇരിക്കില്ലേ, അങ്ങനെയുള്ള ഒരു അവസ്ഥയിലായി മാറി. അപ്പോൾ എനിക്ക് മനസ്സിലായി സംഭവം നമ്മളെപ്പോഴും വൈറ്റമിൻ സി സിറം എന്ന് മാത്രമല്ല കേട്ടോ, ഏത് ഒരു ആക്റ്റീവ് ഇൻഗ്രീഡിയൻസ് അടങ്ങിയിട്ടുള്ള ഏതൊരു സിറം യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും നമ്മൾ ആദ്യത്തെ ആഴ്ച നമ്മൾ തുടങ്ങുന്ന സമയത്ത് ആഴ്ചയിൽ ഒരു ദിവസം, അടുത്ത ആഴ്ച ആഴ്ചയിൽ ഒരു 2 ദിവസം, അതിൻ്റെ അടുത്ത ആഴ്ച ഒരു 3 ദിവസം, അതിൻ്റെ അടുത്ത ആഴ്ച ഒരു 4 ദിവസം, അങ്ങനെ നമ്മൾ ഗ്രാജുവലി നമ്മൾ ഇൻക്രീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ നമ്മുടെ ഫേസിൽ അങ്ങനെ കുഴപ്പമുണ്ടാവില്ല. അഡാപ്റ്റ് ആവാൻ വേണ്ടിയിട്ടൊരു സമയം നമ്മുടെ ഫേസിലേക്ക് ഒന്ന് യൂസ്ഡ് ആവും. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് സെൻസിറ്റീവ് ആവും, നമ്മളെ ഫേസ് റെഡിഷ് ആവും, ഭയങ്കര ഡ്രൈ ആവും, അങ്ങനത്തെ കുറേ പ്രശ്നങ്ങൾ നമുക്ക് ഫേസ് ചെയ്യേണ്ടി വരും. അപ്പോൾ എപ്പോഴും നമ്മൾ പതുക്കെ നമ്മുടെ സ്കിന്നിൽ ഇങ്ങനെ കുറച്ച് പതുക്കെ യൂസ് ചെയ്ത് കൊണ്ടുവന്ന് അതിനൊന്ന് പഴക്കുക, നമ്മുടെ ശീലമാക്കുക എന്നുള്ളതാണ് അടുത്തൊരു കാര്യം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മോയ്സ്ചറൈസർ എന്തായാലും നമ്മൾ ഉപയോഗിച്ചേ പറ്റുള്ളൂ. നല്ലൊരു മോയ്സ്ചറൈസർ നമ്മൾ വൈറ്റമിൻ സി സിറം ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മൾ ആ സിറം ഒന്ന് അബ്സോർബ് ആയതിനു ശേഷം നമ്മൾ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ.
അടുത്തൊരു മിസ്റ്റേക്ക് നമ്മളെല്ലാവരും ചെയ്യാനുള്ള സാധ്യതയുള്ളത് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല, ഇതെനിക്ക് അറിയണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ അത് ക്ലിയർ ആയിരുന്നു. അതായത് വൈറ്റമിൻ സി സിറം ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾ മറ്റുള്ള ആക്റ്റീവ് ഇൻഗ്രീഡിയൻസ്, അതായത് റെറ്റിനോള്, അതേപോലെ തന്നെ കെമിക്കൽ എക്സ്ഫോളിയേറ്റേഴ്സ് അല്ലേ, ഈ ഗ്ലൈക്കോളിക് ആസിഡ്, അതേപോലെ തന്നെ HA BHA അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇല്ലേ, സാലിസിലിക് ആസിഡ്, ഈ സാധനങ്ങളൊക്കെ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വൈറ്റമിൻ സി സിറവും രണ്ടും കൂടി റിയാക്ട് ചെയ്തിട്ട് നമ്മൾ ഫേസിൽ ഒരു കാര്യം ഉണ്ടാവില്ല, നമ്മൾ ഫേസ് രണ്ടിൻ്റെയും ഗുണം ഇല്ലാണ്ട് പോവും. അത് മാത്രമല്ല നമുക്ക് ഭയങ്കരമായിട്ട് റിയാക്ഷൻ ഉണ്ടാവും, നമ്മുടെ ഫേസിൽ ഭയങ്കരമായിട്ട് അതിൻ്റെ റിയാക്ഷൻ കാണിക്കും, സെൻസിറ്റീവ് ആവും, അതേപോലെ തന്നെ നല്ലപോലെ റെഡിഷ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ രണ്ടും കൂടി മിക്സ് ചെയ്യാതിരിക്കുകയാണ് ഏറ്റവും നല്ലത് കേട്ടോ. അടുത്ത മിസ്റ്റേക്കാണ് നമ്മൾ വൈറ്റമിൻ സി സിറം ഉപയോഗിക്കുമ്പോൾ സൺസ്ക്രീൻ ഉപയോഗിക്കാതിരിക്കുക. കാരണം നമുക്ക് നന്നായിട്ട് നിങ്ങൾക്ക് നോട്ടീസ് ചെയ്ത് അറിയാൻ പറ്റും, വൈറ്റമിൻ സി സിറം ഉപയോഗിച്ചിട്ട് സൺസ്ക്രീൻ ഉപയോഗിച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഫേസ് ഫുള്ള് ഡള്ളായിട്ടിരിക്കും, ഫുള്ള് ഡള്ളായിട്ട് ഒരുമാതിരി ഇരുണ്ട് അങ്ങനെയൊക്കെ ഇരിക്കണ കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതെന്താണ്, പ്രോഡക്റ്റിൻ്റെ പ്രശ്നമാണോ, ഇതിൻ്റെ ഗുണം കിട്ടുന്നില്ല എന്നൊക്കെ. പക്ഷെ അങ്ങനെയല്ല, നമ്മൾ സൺസ്ക്രീൻ ഉപയോഗിച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും ഈ വെയിലത്ത് പോകുമ്പോൾ ഭയങ്കരമായിട്ട് നമ്മൾ ഡള്ളാവും. അതുകൊണ്ട് എപ്പോഴും സൺസ്ക്രീൻ ഉപയോഗിക്കുക. വൈറ്റമിൻ സി സിറം ഉപയോഗിക്കുമ്പോൾ എസ്പെഷ്യലി പുറത്ത് പോകുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും മസ്റ്റായിട്ടും നിങ്ങൾ വൈറ്റമിൻ സി സിറം ഉപയോഗിക്കാം. അപ്പോൾ ഇത്രയും മിസ്റ്റേക്കുകളാണ് നമ്മൾ സാധാരണ വൈറ്റമിൻ സി സിറം ഉപയോഗിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. പിന്നെ വേറൊരു കാര്യം ഞാൻ ചെയ്ത കാര്യമാണ് കേട്ടോ, വൈറ്റമിൻ സി സിറം ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഈ ക്ലെയേഴ്സിൻ്റെ ആണ്. ഞാൻ മുന്നേ പിന്നെ വേറെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇത്രയും മിസ്റ്റേക്കുകളാണ് ഞാൻ ശ്രദ്ധിച്ച കാര്യങ്ങൾ. പിന്നെ വേറൊരു എക്സ്ട്രാ സംഭവമുണ്ട്, അതായത് ഞാൻ ആദ്യം വൈറ്റമിൻ സി സിറം 20% ഉള്ളതാണ് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് പറഞ്ഞ പോലെ ഹൈ കോൺസെൻട്രേഷൻ ആയ കാരണം ഞാനത് കുറച്ചിട്ട് 5%ലേക്കായി. അതായത് ഈ ക്ലെയേഴ്സിൻ്റെ വൈറ്റമിൻ സി സിറം ആണ് കേട്ടോ ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ക്ലെയേഴ്സിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഓക്സിഡൈസ്ഡ് ആവും. അതായത് നമ്മൾ വെയിൽ കൊള്ളുന്ന ഭാഗത്ത് വെച്ചാലോ അല്ലെങ്കിൽ പുറത്ത് എവിടെയെങ്കിലും വെച്ച് കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് ഓക്സിഡൈസ് ആവും. അതുകൊണ്ട് നമ്മൾ എപ്പോഴും വൈറ്റമിൻ സി സിറം കൊണ്ടുപോയിട്ട് ഫ്രിഡ്ജിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇത് കറുത്ത ബോട്ടിലല്ലെങ്കിലും വെളുത്ത ബോട്ടിലാണെങ്കിലും നിങ്ങൾ ഏത് ബോട്ടിലായാലും വൈറ്റമിൻ സി സിറം നിങ്ങൾ ഫ്രിഡ്ജിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് ഓക്സിഡൈസ് ആയി പോവാതിരിക്കാൻ നല്ലതാണ്. അപ്പോൾ എപ്പോഴും വൈറ്റമിൻ സി സിറം ആണെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കുക, സൂക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ ഓക്സിഡൈസ് ആയിട്ട് പോവില്ല. അതായത് അങ്ങനെ മഞ്ഞ കളറാവില്ലേ, നമ്മൾ ഇതിപ്പോൾ വെള്ള കളറിലുള്ളതാണ്, വൈറ്റമിൻ സി സിറം മഞ്ഞ കളറിലാണെന്നുണ്ടെങ്കിൽ നിങ്ങളത് ഉപയോഗിക്കാൻ പാടില്ല കേട്ടോ. ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിൽ ഒരു കാര്യമില്ല. വൈറ്റമിൻ സി സിറം ഓക്സിഡൈസ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഗുണവും നമുക്ക് കിട്ടില്ല. അതുകൊണ്ട് എപ്പോഴും വൈറ്റമിൻ സി സിറം മഞ്ഞ കളർ ആവുകയാണെന്നുണ്ടെങ്കിൽ ഉപയോഗിക്കരുത് കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് വൈറ്റമിൻ സി സിറം ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അപ്പോൾ ഈ ക്ലെയേഴ്സിൻ്റെ വൈറ്റമിൻ സി സിറം നല്ലതാണ് കേട്ടോ, നല്ല എഫക്റ്റീവാണ്. കുറച്ച് പ്രൈസിയാണ്, അതായത് നല്ല വിലയുണ്ട്. പക്ഷെ ഇത് കുറച്ച് കൂടുതൽ എന്താ പറയുക, ക്വാണ്ടിറ്റി കുറച്ച് കൂടുതലുണ്ടെന്ന് തോന്നുന്നു. മറ്റുള്ള അതിന് 40 ml മറ്റോ ആണെന്ന് തോന്നുന്നു. ഇത് കുറേ കാലത്തേക്ക് ഇത് വരും നമുക്കിത്. അപ്പോൾ ഞാൻ എപ്പോഴും ഫ്രിഡ്ജിലാണ് സൂക്ഷിക്കാറുള്ളത്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് നോക്കുക. ഏത് വൈറ്റമിൻ സി സിറം ആയാലും അതിൻ്റെ ഗുണം കിട്ടാൻ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി, നിങ്ങൾക്ക് എന്തായാലും അതിൻ്റെ ഗുണം കിട്ടും. അപ്പോൾ ഇത്രയും പ്രൈസ് കൊടുത്തിട്ട് നിങ്ങൾ ഇത് തന്നെ വാങ്ങിക്കണം എന്നില്ല കേട്ടോ. പ്ലമ്മിൻ്റെ വൈറ്റമിൻ സി സിറം നല്ലതാണ്, ഡെർമാക്കോൻ്റെ നല്ലതാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്, ഞാൻ ഉപയോഗിച്ച് നോക്കിയിട്ടില്ല. അപ്പോൾ ഇത്രയും സംഭവങ്ങളാണ് എനിക്ക് ഷെയർ ചെയ്യാനുണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ഓക്കെ, അടുത്ത വീഡിയോ കൂടി കാണാം.